ചിക്കൻ റെസിപ്പി കണ്ടുമെടുത്തവർക്ക് കിടിലം ബീഫ് റെസിപ്പി ഇതാ. ചീനിച്ചട്ടിയിലേക്ക് മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല എങ്കിലും ഇട്ടൊന്ന് ചൂടാക്കി മാറ്റി വെക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് തേങ്ങക്കൊത്തിട്ട് മൂപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും 10-15 ചെറിയ ഉള്ളിയും കരിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഒരു സവോളയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ താരത്തെ ഇട്ട് കൊടുക്കാം, എന്ന് വെച്ചാൽ നമ്മുടെ ബീഫിനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വെല്ലമ്മച്ചി സ്പെഷ്യൽ ബീഫ് പെരളനാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ മുന്നേ ചൂടാക്കി വെച്ച മസാലകളും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പോളം ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. കാര്യം എളുപ്പമാക്കാൻ ബീഫ് ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മളങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അടച്ചിട്ടാണ് വേവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ബീഫ് ഒരുപാട് വെന്ത് കഴിഞ്ഞ് ഉറപ്പായി കഴിഞ്ഞാൽ അതിന് മേളിൽ കുരുമുളക് പൊടിയും ഗരം മസാലയും കുറച്ച് കരിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വെല്ലമ്മച്ചി സ്പെഷ്യൽ ബീഫ് പെരളൻ റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ പറയാനായിട്ട് ഒന്നും എനിക്കില്ല. പക്ഷേ ഇന്ന് നല്ല ചൂട് ചോറിൻ്റെ മേളിൽ ബീഫ് ഇട്ട് അത് ഇതുപോലെ തന്നെ ഇളക്കി കഴിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കില്ലേ. ബൈ ഫ്രം ട്രാവൽ ഫുഡി കേട്ടോ.